അപ്പോൾ ഇതേ ഒരു ചെറുപയർ തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനുള്ള സാധനങ്ങളാണ് ചെറുപയർ വേവിച്ചതും, പിന്നെ ചെറുപയർ ഉപ്പിട്ടിട്ട് വേവിച്ചിട്ട് അതിലേക്ക് ചതയ്ക്കാനുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഇത് ചീനമുളക്, ഉള്ളി, നാളികേരം. ചെറുപയർ തോരൻ വയ്ക്കാൻ എണ്ണ ഒഴിച്ചു. അതിലേക്ക് നമ്മളെ കുറച്ച് ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കുകയാണേ. തീയൊന്ന് കുറച്ചിട്ടേ, ഇത് വേവിച്ച് വെച്ച ചെറുപയറാണ്, ഉപ്പിട്ട് വേവിച്ച് വെച്ച ചെറുപയറാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒന്ന് തട്ടാൻ വെച്ചായിരുന്നു. 2 വിസിലടിച്ചപ്പോഴേക്ക് ഇതായി. കുക്കറിൽ വെച്ചിട്ട് 2 വിസിലടിച്ചു. ഉപ്പിട്ട് വേവിച്ച ചെറുപയറാണ്. അത് എനിക്ക് എണ്ണയ്ക്ക് ഇട്ട് കൊടുത്തു. ഇതിലേക്ക് വെച്ച ചീനമുളകും, നാളികേരവും, ഉള്ളി, അത് അതിലേക്ക് ചേർക്കണം. ഈ ചെറുപയറിലേക്ക് ചേർക്കണം. അതിലേക്കിട്ടു ഇളക്കിയിട്ട് തോരനാണ്. ചെറുപയർ തോരനാണ്. തേങ്ങയും ചെറുപയറും ചീനമുളകും ഉള്ളിയും എല്ലാം കൂടി അതൊന്നും കൂടി ചതച്ചെടുത്തു മിക്സിയുടെ ചാറിൽ. അതാണത്. ആയി, ഇത്രയേ ഉള്ളൂ പണി. കുക്കറിൽ 2 വിസിൽ വെച്ച് ചെറുപയർ വേവിച്ചു. തേങ്ങയും ചീനമുളകും ഉള്ളിയും കൂടി ചതച്ച തോരനിക്കിട്ടു. തീ ഓഫാക്കി. എള്ളു പണി തോരൻ റെഡിയായി. നമ്മുടെ ചെറുപയർ തോരൻ റെഡിയായി. ഇത്രയേ ഉള്ളൂ പണി. കുറച്ച് ചെറുപയർ ഉപ്പിട്ട് വേവിച്ചു. കുക്കറിൽ 2 വിസിലടിച്ചെടുത്തു. പിന്നെ കുറച്ച് നാളികേരം, ചീനമുളക്, ഉള്ളി ഇത്രയും ചതച്ച് വെളിച്ചെണ്ണ അടുപ്പത്ത് വെച്ചു. ചൂടായി അതിലൊന്നും കൂടെ ഇട്ടെടുത്തു. സിമ്മിലൊന്നും കൂടെ ഇളക്കി കൊടുത്തു. അത്രയേ ഉള്ളൂ.